ഇപ്പോൾ സിനിമ ചലച്ചിത്ര കോൺക്ലേവിന് തുടക്കമിട്ടുകൊണ്ട് മുഖ്യമന്ത്രി ഉദ്ഘാടന ചടങ്ങ് നിർവഹിക്കുകയാണ്. തത്സമയ സംപ്രേഷണം. ഈ കോൺക്ലേവ് 1978 നവംബർ 7-ന് 1928 നവംബർ 7-ന് തിരുവനന്തപുരം ക്യാപിറ്റോൾ തിയേറ്ററിൽ പ്രദർശിപ്പിച്ച JC ഡാനിയലിൻ്റെ വിഗതകുമാരനിൽ നിന്നാണ് മലയാള സിനിമയുടെ ചരിത്രം തുടങ്ങുന്നത്. ആ തിരുവനന്തപുരം തന്നെ ഇത്തരമൊരു ഉദ്യമത്തിനും വേദിയാകുന്നുവെന്നത് ശ്രദ്ധേയമായ കാര്യമാണ്. വിഗതകുമാരൻ പ്രദർശിപ്പിക്കപ്പെട്ടതിനെ തുടർന്നുള്ള ഘട്ടങ്ങളിൽ അതിവേഗത്തിലുള്ള വളർച്ചയ്ക്കും വികാസത്തിനും മലയാള സിനിമ സാക്ഷ്യം വഹിച്ചു. 1927 ജാസ് സിംഗർ എന്ന അമേരിക്കൻ ചിത്രത്തിലൂടെ ലോക സിനിമ സംസാരിച്ചു തുടങ്ങി. കേവലം 11 വർഷം പിന്നിട്ടപ്പോൾ ബാലൻ എന്ന ശബ്ദ സിനിമ മലയാളത്തിലുണ്ടായി. കഴിഞ്ഞ 9 ദശകക്കാലത്തിനുള്ളിൽ കേരളം എന്ന ദേശത്തെ ആഗോള ഭൂപടത്തിൽ അടയാളപ്പെടുത്താൻ മലയാള സിനിമയ്ക്കും ഇവിടുത്തെ ചലച്ചിത്ര പ്രതിഭകൾക്കും കഴിഞ്ഞിട്ടുണ്ട്. ഒട്ടനവധി ദേശീയ അന്തർദേശീയ പുരസ്കാരങ്ങൾ മലയാള സിനിമ ഇതിനകം കരസ്ഥമാക്കിയിട്ടുണ്ട്. അതുകൊണ്ടുകൂടിയാണ് ഉയർന്ന സാക്ഷരത മാത്രമല്ല, ഉയർന്ന ദൃശ്യ സാക്ഷരതയും ഉന്നതമായ ചലച്ചിത്ര ആസ്വാദന ശേഷിയുമുള്ള നാടായി നമ്മുടെ കേരളം വിലയിരുത്തപ്പെടുന്നത്. കേരളത്തിൻ്റെ സാമൂഹ്യ പുരോഗതിക്ക് വേണ്ട സാംസ്കാരിക ഊർജം പകരുന്നതിൽ മലയാള സിനിമ വലിയ സംഭാവനയാണ് നൽകിയിട്ടുള്ളത്. ഇന്ത്യയിലെ പല ഭാഷകളിലെയും സിനിമകൾ അതിൻ്റെ ശൈശവദശയിൽ പുരാണ കഥകൾ പറഞ്ഞപ്പോൾ മലയാള സിനിമ ആദ്യ സിനിമയായ വിഗതകുമാരനിലും ആദ്യ ശബ്ദ സിനിമയായ ബാലനിലും സാമൂഹ്യ പ്രസക്തമായ പ്രമേയങ്ങൾ സ്വപ്നസ്വർഗങ്ങളിലേക്ക് നയിക്കാനുതകുന്ന മാധ്യമം ആയിരുന്നിട്ടും മലയാള സിനിമ തുടക്കം മുതൽ മണ്ണിൽ ഉറച്ചു നിന്നു. സ്വാധീനശക്തി കൂടിയ ബഹുജന മാധ്യമം എന്ന നിലക്ക് ഒരു പ്രബുദ്ധ കേരളം പടുത്തുയർത്തുന്നതിൽ സിനിമയ്ക്ക് നിർണായകമായ പങ്ക് വഹിക്കാനുണ്ടായിരുന്നു. വിവിധ നാട്ടുരാജ്യങ്ങളായി ഭിന്നിച്ചു നിന്നിരുന്ന മലയാളികൾ ഒരൊറ്റ ഭാഷാ ദേശീയതയായി ഐക്യപ്പെടുന്നത് 50കളിലാണ്. വിവേചനങ്ങൾക്കും ചൂഷണങ്ങൾക്കുമെതിരെ നിലകൊണ്ട നവോത്ഥാന പുരോഗമന പ്രസ്ഥാനവും അധിനിവേശത്തിനെതിരെ പൊരുതിയ ദേശീയ പ്രസ്ഥാനവുമാണ് മലയാള സിനിമയുടെ ആദ്യകാല ആശയമണ്ഡലത്തെ സ്വാധീനിച്ചത്. അവശവിഭാഗങ്ങളോടുള്ള അനുകമ്പയും എല്ലാവിധ അടിച്ചമർത്തലുകൾക്കും അനീതിക്കും എതിരായ പൊതുബോധവും ആ കാലഘട്ടത്തിലെ സിനിമ പ്രതിഫലിപ്പിച്ചു. അങ്ങനെ 50 മുതൽ മലയാള സിനിമ അതിൻ്റെ സാമൂഹിക പ്രതിബദ്ധത വ്യക്തമാക്കി. നവലോകം, നീലക്കുയിൽ, ന്യൂസ് പേപ്പർ ബോയ്, രാരിച്ചൻ എന്ന പൗരൻ തുടങ്ങിയ 50കളിലെ സിനിമകൾ അതിനുള്ള ഉദാഹരണങ്ങളാണ്. മലയാള സിനിമയ്ക്ക് ദേശീയ തലത്തിൽ ആദ്യ ബഹുമതി നേടിക്കൊടുത്തത് 1954 P. ഭാസ്കരനും രാമു കാര്യാട്ടും ചേർന്ന് സംവിധാനം ചെയ്ത നീലക്കുയിലാണ്. 1965 ഇന്ത്യയിലെ ഏറ്റവും മികച്ച ചിത്രത്തിനുള്ള രാഷ്ട്രപതിയുടെ സ്വർണ്ണ മെഡൽ നേടിയ ചെമ്മീൻ ദക്ഷിണേന്ത്യയിൽ ഈ ബഹുമതി ലഭിക്കുന്ന ആദ്യ ചിത്രമായിരുന്നു. പിന്നീട് ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങളിൽ ആധിപത്യം പുലർത്തുന്ന പ്രാദേശിക ഭാഷാ സിനിമയായി മലയാളം മാറി. ഇന്ത്യൻ നവതരംഗ സിനിമയുടെ പതാകവാഹകരായ അടൂർ ഗോപാലകൃഷ്ണനും അരവിന്ദനും ദേശീയ അന്തർദേശീയ തലങ്ങളിൽ മലയാള സിനിമയുടെ യശസ്സുയർത്തി. ഷാജി എൻ ഗരുഡൻ്റെ പിറവി 70ഓളം ചലച്ചിത്രമേളകളിൽ പ്രദർശിപ്പിക്കപ്പെടുകയും 31 പുരസ്കാരങ്ങൾ നേടുകയും ചെയ്തു. 4 മലയാളികൾ
മുഖ്യ വേഷങ്ങളിൽ അഭിനയിച്ച മലയാള ഭാഷയിലുള്ള മലയാള all the സിനിമാ imaginary മേഖലയിൽ സമൂലമായ മാറ്റങ്ങൾ വരുത്തും എന്ന് അവകാശപ്പെട്ടുകൊണ്ടാണ് സംസ്ഥാന സർക്കാർ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് പിന്നാലെ പ്രഖ്യാപിച്ചിട്ടുള്ള സിനിമാ കോൺക്ലേവിന് ഇന്നിപ്പോൾ മുഖ്യമന്ത്രി തുടക്കമിടുന്നത്. മലയാള സിനിമയുടെ ചരിത്രം എണ്ണി സംസാരിക്കുകയാണ് മുഖ്യമന്ത്രി തന്റെ ഉദ്ഘാടന പ്രസംഗത്തിൽ.